നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ കാവ്യ സുരേഷ്. ഭരണമുന്നണിയിലെ ഇത്തിൽക്കണ്ണി പാർട്ടികളൊന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങളെ വിലയിരുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. പല പാർട്ടികൾക്കും പ്രവർത്തനയോഗ്യമായ സംസ്ഥാന കമ്മിറ്റികൾ ഇല്ലാത്തതാകാം ഇതിന് കാരണം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-നോട് പറ്റിക്കൂടി അവരെറിഞ്ഞു കൊടുക്കുന്ന സീറ്റുകളിൽ നോമിനേഷനുകൾ നൽകുകയും CPM അണികൾ വിയർപ്പ് ചീന്തിയും പട്ടിണി കിടന്നും പ്രവർത്തിക്കുന്നതിന്റെ വിളവെടുക്കുകയും ചെയ്യുന്ന ശൈലിയാണ് പല പാർട്ടികൾക്കും ഉള്ളത്. CPM വച്ചു നീട്ടുന്ന മന്ത്രിസ്ഥാനവും കാറും വീടും ജനങ്ങളുടെ പിച്ചച്ചട്ടിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന നികുതിപ്പണം കൊണ്ടുള്ള സുഖഭോഗങ്ങളിൽ മതിച്ച് CPM പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നതിനപ്പുറം ഈ പാർട്ടികളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ മെനക്കെടാറുമില്ല, അതിനുള്ള അർഹതയുമില്ല. എന്നാൽ CPM-ന് അതിനാകില്ലല്ലോ. എന്നാൽ മുന്നണിയെ നയിക്കുന്ന പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പഠിക്കണം, അത് അണികളെ ബോധ്യപ്പെടുത്തുകയും വേണം. അതുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും കൗൺസിലും ചേർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെപ്പറ്റി വിശകലനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള ഒട്ടൊന്നുമല്ല ബാധിച്ചതെങ്കിലും സംഘടനാ വീഴ്ചയാണ് പരാജയത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം ഒട്ടുമേ ഇല്ലെന്നാണ് വിശകലനവും വിലയിരുത്തലും. ഭരണത്തിന്റെ മേന്മകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ അണികൾക്കുള്ള പരാജയവും അമിത ആത്മവിശ്വാസം കൊണ്ട് പ്രവർത്തന രംഗത്തുണ്ടായ ആലസ്യവുമാണ് പരാജയ കാരണമെന്നാണ് AKG സെന്ററിലെ AC-യിലിരുന്ന് നേതാക്കന്മാർ വിലയിരുത്തിയിരിക്കുന്നത്. എന്നുവച്ചാൽ പൊതിച്ചോറ് കെട്ടിയും രക്തദാനം നടത്തിയും ബോർഡ് വച്ചും പോസ്റ്റർ ഒട്ടിച്ചും മുക്കവലകളിൽ രാഷ്ട്രീയം പറഞ്ഞ് തേഞ്ഞ് നാണം കെട്ടും ഈ പാർട്ടിയെ നിലനിർത്തുന്ന അണികളാണ് ഈ പരാജയത്തിന് ഉത്തരവാദികളെന്നാണ് ഒടുവിൽ വരുത്തി തീർത്തിരിക്കുന്നത്. എന്നാൽ രണ്ടാം കക്ഷിയായ CPI കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന് കാരണമെന്നാണ് സംസ്ഥാന സമിതിയിൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസും കേസിൽ അറസ്റ്റിലായ നേതാക്കന്മാരുടെ പേരിൽ നടപടിയെടുക്കാത്തതും മുന്നണിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ LDF-നെതിരായി ന്യൂനപക്ഷങ്ങളെ തിരിച്ചെന്നും CPI സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയിരിക്കുന്നു. ഒരു പടി കൂടെ കടന്നായിരുന്നു കൗൺസിൽ അംഗങ്ങളുടെ അഭിപ്രായം. മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെയാണെന്നും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നുമെന്നാണ് അവർ വിമർശിച്ചത്. മുന്നണിയിലെ രണ്ടാം കക്ഷിയാണ് CPI. 17 MLA-മാരും 4 മന്ത്രിമാരുമുള്ള പാർട്ടി. അഡ്വക്കേറ്റ് ജനറലും PSC അംഗങ്ങളും നിരവധി കോർപ്പറേഷൻ ചെയർമാൻമാരും ഉള്ള പാർട്ടി. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ദേശീയ പാർട്ടിയായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും തങ്ങളൊരു സാർവദേശീയ പാർട്ടിയാണെന്ന് മേനി നടിക്കുന്നവരാണ് CPI. ഇക്കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വെറും 5% വോട്ട് മാത്രം നേടി പരാജയത്തിന്റെ പടുകുഴിയിൽ കിടന്ന് മാക്രി മസിൽ പിടിക്കുന്നത് പോലെ എലുമ്പന്റെ മേനി പ്രദർശനം മാത്രമായി ജനം ഇതിനെ കണ്ടാൽ അവരെ കുറ്റം പറയാനാകില്ല. കാരണം അവർക്കുയർത്താൻ ചില ചോദ്യങ്ങളുണ്ട്. ചൂണ്ടാൻ അവരുടെ വിരലുകൾ അറ്റുപോയിട്ടില്ല. ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാളും നീ എങ്ങു പോയെന്നാണ് അവരാദ്യം ഉയർത്തുന്ന ചോദ്യം. കഴിഞ്ഞ 4.25 വർഷം ഭരണത്തിന്റെ എല്ലാ സുഖങ്ങളും മതങ്ങളും കോരി കുടിച്ച് മയങ്ങിയപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നാണ് ജനങ്ങളുടെ സംശയം. മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെയാണെന്നും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നെന്നും ആരോപിക്കുമ്പോൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 4 കോന്തന്മാർ തേൻ പുരട്ടിയ പഴം വിഴുങ്ങിയിരിക്കുകയായിരുന്നോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. LDF പാർലമെന്ററി ബോർഡിലുള്ള 17 MLA-മാർ അണ്ടിയും കുറച്ച് ആവണക്കെണ്ണ കുടിച്ചിരിക്കുകയായിരുന്നോ എന്നാണ് ചില കുട്ടികൾ പോലും ചോദിക്കുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ വിജയങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് ഭരണവിരുദ്ധ വികാരങ്ങൾക്കും ഉത്തരവാദിത്വമില്ലേ എന്നാണ് മിൽനേർ ചോദ്യം. പാരമ്പര്യ വൈദ്യന്റെ കഷായക്കുറിപ്പ് പോലെ നീണ്ട ചോദ്യങ്ങളാണ് CPIക്ക് മുന്നിലുള്ളത്. ഗതികെട്ടവനുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിയും ഇഷ്ടക്കാരും ശേവുകക്കാരും ഖജനാവിൽ കൈയിട്ട് വാരി ദൂർത്തടിച്ചപ്പോൾ MN സ്മാരകത്തിലെ മടയിൽ ഒളിച്ചിരുന്ന സെക്രട്ടറിക്ക് നാവ് ഗുരുവായിരുന്നു. CPIയുടെ വകുപ്പല്ലേ റവന്യൂ വകുപ്പ്. അന്തിയോളം പാടുപെട്ട്
തളർന്ന് തലചായ്ക്കാൻ ഓടിയെത്തുന്ന കേരളീയ ദരിദ്രവാസിയുടെ കൂരയുടെ അടുക്കളയിലും കക്കൂസിലും വരെ കേരയിലിന്റെ കുറ്റിയിട്ടപ്പോൾ റവന്യൂ മന്ത്രി എവിടെയായിരുന്നു? ഉപ്പ് മുതൽ നാപ്കിൻ വരെ വില കുതിച്ചുയർന്നപ്പോൾ CPIയുടെ ഭക്ഷ്യമന്ത്രി എവിടെയായിരുന്നു? സപ്ലൈകോയിൽ പൂച്ചകളുടെ പേരെടുത്ത് വലഞ്ഞ മന്ത്രി അനിൽ CPIക്കാരനല്ലേ? 6 മാസം അധ്വാനിച്ച് കൊയ്തെടുത്ത നെൽമണികളുടെ വിലയ്ക്കായി കർഷകർ നെട്ടോട്ടമോടിയപ്പോൾ മന്ത്രി പ്രസാദ് ചേർത്തലയിൽ തലചായ്ച്ചുറങ്ങുകയായിരുന്നില്ലേ? കോഴികളും താറാവുകളും പകർച്ചവ്യാധികളിൽപ്പെട്ട് പിടഞ്ഞു മരിച്ചപ്പോൾ കണ്ണീരോടെ അവയെ കുഴിച്ചിടാൻ മാത്രം വിധിക്കപ്പെട്ട കർഷകരോട് വകുപ്പ് മന്ത്രിക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത്? മൂവടി മണ്ണ് ചോദിച്ച മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനനേക്കാൾ ക്രൂരമായല്ലേ റവന്യൂ മന്ത്രി ഭൂനികുതി വർദ്ധിപ്പിച്ചത്? ലോക കേരള സഭ എന്ന പേരിൽ വേൾഡ് പ്രാഞ്ചിയേട്ടന്മാരോടൊപ്പം ഇരുന്ന് CPI നേതാക്കന്മാർ മൃഷ്ടാന്നം വെട്ടിവിഴുങ്ങിയിട്ട് ഈ കേരളത്തിന് എന്തു നേട്ടമുണ്ടായി? നവകേരള യാത്രയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യുവാക്കളുടെ മേൽ പോലീസും DYFIക്കാരും രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ ബസിന്റെ മുന്നിലെ സീറ്റുകളിലിരുന്ന് കണ്ടു രസിച്ച CPI മന്ത്രിമാരാണോ നോവുന്ന ഹൃദയത്തെ സ്നേഹിക്കുന്ന തത്വശാസ്ത്രത്തിന്റെ ഉടമകൾ? കാളിദാസന്റെ കഥയിലെ മയൂരത്തെ പോലെ ആരുടെയോ സന്ദേശമായി RSS നേതാവിന്റെ കാൽച്ചുവട്ടിലെത്തി തൃശൂർ സീറ്റ് തട്ടിക്കളഞ്ഞ പോലീസ് യമാനെ നിങ്ങൾക്ക് എന്തു ചെയ്യാനായി? മൊട്ടയടിച്ചും മുട്ടിലിഴഞ്ഞും പട്ടിണി കിടന്നും ഇന്നാട്ടിലെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കരഞ്ഞപ്പോൾ ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ തൊഴിലാളി സ്നേഹം എവിടെ പോയിരുന്നു? ഇങ്ങനെ ജനമനസ്സിൽ ചോദ്യങ്ങൾ ഏറെയാണുള്ളത്. ഇതിനുത്തരം പറയാൻ ഉളുപ്പില്ലാത്ത CPIക്കാർക്ക് ആവില്ല. മുറ്റത്തെ മാവിലിരുന്ന് മൂട് കുലുക്കുന്ന പക്ഷിയെ കണ്ടിട്ടുണ്ടോ? തന്റെ മൂട് കുലുങ്ങുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന മിഥ്യാബോധം പേറുന്ന പക്ഷിയെപ്പോലെ വിജയങ്ങൾ തങ്ങളുടെ മൂട് കുലുക്കിയിട്ടാണെന്നും പരാജയങ്ങൾ തങ്ങളുടേതല്ല എന്നും പറയുന്നത് ആദർശവും ആർജവും ഉണ്ടായിരുന്ന മുൻഗാമികളുടെ ഓർമ്മകളുടെ മുഖത്ത് അടിവസ്ത്രം ഊരിയിടുന്നതിന് തുല്യമാണ്. 100 വർഷം പാരമ്പര്യമുള്ള പാർട്ടി ശരീരത്തിൽ എവിടെയോ വളർന്ന ആൽമരത്തണലിൽ മയങ്ങുന്ന നിങ്ങളെ ചോദ്യങ്ങൾ കൊണ്ട് നിരന്തരം കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ലാൽ സലാം സഖാക്കളെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.